ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിൽ സാൻഡ്വിച്ചും ബർഗറും അല്ലെങ്കിൽ റാപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഒരു മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും മിക്കവരും ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ സാൻഡ്വിച്ചിനും ബർഗറിനൊക്കെ ഉപയോഗിക്കുന്ന മയോണൈസ് പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു സോസ് അല്ലെങ്കിൽ മയോണൈസ് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതാണ് ഹാൻഡ് ബ്ലെൻഡർ എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സോസുകൾ അല്ലെങ്കിൽ മയോണൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. ഈ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാത്തവർ നമുക്ക് മിക്സിയുടെ മീഡിയം സൈസ് ജാറിലും ഈ മയോണൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് മിക്സിയുടെ ജാറിലും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു ഗ്ലാസ് ജാർ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇത് ഹാൻഡ് ബ്ലെൻഡർ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഗ്ലാസ് ജാറാണ്. ഇതിൽ മയോണൈസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാത്തവർ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഉണ്ടാക്കാം, അല്ലാത്തവർ മിക്സിയിൽ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിക്കുക. അതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ വെള്ളയും ഒഴിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 2 മുട്ടയുടെ വെള്ള മാത്രമായിട്ടും ഈ മയോണൈസ് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി എടുത്ത് നല്ലപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി വെളുത്തുള്ളിയും മുട്ടയും കൂടി നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കുക. മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ, അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉള്ളവർ ഹാൻഡ് ബ്ലെൻഡറിൽ നല്ലപോലെ അടിച്ച് പതപ്പിച്ച് എടുത്തതിന് ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ച് വീതം ചേർത്ത് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. സൺഫ്ലവർ ഓയിൽ ഫുള്ളായിട്ട് 1/2 കപ്പും കൂടി ഒന്നിച്ചൊഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. കുറച്ചൊഴിച്ച് ബ്ലെൻഡ് ചെയ്യുക, വീണ്ടും നിർത്തുക, വീണ്ടും കുറച്ചൊഴിച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് വീതം ഒഴിച്ചിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് ഇതൊരു ഫ്ലഫി ആയിട്ട് വരും. അതായത് ഒരു മയോണൈസിൻ്റെ പരുവത്തിൽ വരും. ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെയും ചേർത്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാർലിക് ഫ്ലേവറിലുള്ള ഒരു മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ രീതിയിൽ മയോണൈസ് ഉണ്ടാക്കണം നിർബന്ധമില്ല. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മയോണൈസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു 1/2 കപ്പ് എടുത്ത് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനിയുള്ള സ്റ്റെപ്പിലുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒറിഗാനോ ആണ്. ഒരു ടേബിൾ സ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. അടുത്തായി 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസ്റ്റാർഡ് സോസാണ്. അതായത് മസ്റ്റാർഡ് സോസ് ഞാൻ ഈ റെഡിമെയ്ഡ് വാങ്ങുന്നത് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഈ മസ്റ്റാർഡ് സോസ് കയ്യിലില്ലാത്ത ആളുകൾ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയോ, അല്ലെങ്കിൽ ഇടിക്കുന്ന കല്ലില്ലേ, നമ്മളിങ്ങനെ ചെറിയ ഉരൽ, അതിൽ വെച്ച് നല്ലപോലെ അരച്ച പോലെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് മല്ലിയിലയാണ്. മല്ലിയിലയോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പാപ്രിക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാപ്രിക്ക ഇല്ലാത്ത ആളുകൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലും കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഗാർലിക് പൗഡർ ഇല്ലാത്ത ആളുകൾക്ക് 1 വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിൽ ഈ സമയത്ത് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലാത്തവർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ചേർത്ത 2 വെളുത്തുള്ളിയുടെ ടേസ്റ്റ് തന്നെ ധാരാളം മതി ഇതിൽ. അപ്പോൾ വെളുത്തുള്ളിയുടെ അളവ് ഒരു ലെവലിലും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയുടെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്തതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇതിനൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. ക്യാമറയുടെ ലൈറ്റിലാണ് ഇതൊരു യെല്ലോ കളർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇതൊരു ഓറഞ്ച് കളറിലുള്ള ഒരു മയോണൈസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെ നമുക്ക് കോക്ടെയിൽ സോസ് അല്ലെങ്കിൽ കോക്ടെയിൽ മയോണൈസ് എന്ന് പറയാം.
ഈ ഒരു മയണൈസ് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് നിങ്ങൾക്ക് മയണൈസ് വാങ്ങേണ്ടി വരില്ല, അല്ലെങ്കിൽ സാലഡ് ഡ്രസ്സിംഗ് ഒന്നും നിങ്ങൾക്ക് വാങ്ങേണ്ടി വരില്ല. എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചിനും ബർഗറിനും അല്ലെങ്കിൽ റാപ്പുകൾക്കൊക്കെ അതിൽ സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മയണൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. അപ്പോൾ ഞാൻ ഈ മയണൈസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് സാധാ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചുണ്ടാക്കുന്ന സാൻഡ്വിച്ച് ആണെന്ന്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ മയണൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നമുക്ക് ചിക്കൻ പനീനി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ബൈ.